Grammar Teaching and Learning. My name is Sarasan. I am a retired person from the University of Calicut. Let us start our class. In the first chapter, we study sentence, clause, phrase, different kinds of sentences. So, first of all, we study what is a sentence. A sentence is a group of words which gives complete sense. പൂർണ്ണമായും ആശയം നൽകുന്ന ഒരു കൂട്ടം വാക്കുകളെ നമുക്ക് വാചകം എന്ന് വിശേഷിപ്പിക്കാം. ഉദാഹരണം നോക്കാം. The boy is running quickly. In the park. This is a sentence. This sentence is a group of 8 words. ഇത് ഒരു വാചകമാണ്. ഈ വാചകം നിർമ്മിച്ചിരിക്കുന്നത് 8 വാക്കുകൾ കൊണ്ടാണ്. The boy is running quickly in the park. ഇതെല്ലാം പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ആ പാർട്സ് ഓഫ് സ്പീച്ചിലെ വാക്കുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അതിനെ പൂർണ്ണമായ ഒരു അർത്ഥവും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സെന്റൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഒരു സെന്റൻസിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണ് ഉള്ളത്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. എ സെന്റൻസ് ഹാസ് 2 മെയിൻ പാർട്സ്, ദി സബ്ജക്റ്റ് ആൻഡ് ദി പ്രെഡിക്കേറ്റ്. വാട്ട് ഈസ് ദി സബ്ജക്റ്റ്? എന്താണ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്നാൽ എന്താണ്? സബ്ജക്റ്റ് ഈസ് ആൾവേസ് എ നൗൺ ഓർ എ വേർഡ് ഓർ a group of words which does the work of a noun. ഒരു നാമത്തിന്റെ ധർമ്മം നിർവഹിക്കുന്ന വാക്കിനെയോ വാക്കുകളുടെ സമൂഹത്തെയോ നമുക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്ന് വിശേഷിപ്പിക്കാം. ഇനി സബ്ജക്റ്റ് ഒരു നൗൺ ആകാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതൊരു സർവനാമം, നാമമാകാം, സർവനാമമാകാം, അല്ലെങ്കിൽ നാമവിശേഷണമാകാം, ഒരു ഇൻഫിനിറ്റ് ആവാം, ഒരു ജെറണ്ട് ആവാം, ഒരു ശൈലിയാകാം. ഓരോ ഉദാഹരണത്തിലൂടെ നമുക്ക് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. മണി ഈസ് ദി റൂട്ട് ഓഫ് ആൾ ഈവിൽസ്. They have refused to go there. The rich must help the poor. To find fault with others is easy. Slow and steady wins the race. Smoking is injurious to health. Look at all these sentences. So, here, first sentence, the boy is subject. Here, money is a noun. They, a pronoun. The rich, an adjective. To find fault with others, or to, an infinitive. Slow and steady wins the race is a phrase. Slow and steady is a compound noun. Smoking is injurious to health. Smoking. This is a gerund form of the verb smoke. So, a subject may be a noun or a pronoun or an adjective or an infinitive or a phrase or a gerund. അപ്പം ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് നാമമോ നാമവിശേഷണമോ സർവനാമമോ ഇൻഫിനിറ്റീവോ ഒരു ശൈലിയോ ജെറണ്ട് ഫോമോ ഒക്കെ നമുക്ക് സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും.
അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഈസ് എ നൗൺ ഓർ എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഡസ് ദി വർക്ക് ഓഫ് എ നൗൺ. നാമത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നതാ. ഇതെല്ലാം നാമത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നു. അതുകൊണ്ട് ഇതിനെ സബ്ജക്റ്റ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് ഈസ് ദി പാർട്ട് ഓഫ് എ സെന്റൻസ് ഓർ ക്ലോസ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സെന്റൻസിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ അതൊരു ക്ലോസ് ആണ്. വിച്ച് കൺസിസ്റ്റ് ഓഫ് എ വെർബ്. അതിൽ ഒരു വെർബ് ഉണ്ടായിരിക്കും. ആൻഡ് സ്റ്റേറ്റ് സംതിങ് അബൌട്ട് ദി സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും അത് പരാമർശിക്കുന്നത്. ഇവിടെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റ് ഈസ് പാർട്ട് ഓഫ് എ സെന്റൻസ് ഓർ ക്ലാസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ വെർബ് ആൻഡ് സ്റ്റേറ്റ് സംതിങ് അബൌട്ട് ദി സബ്ജക്റ്റ്. ഇനി സബ്ജക്റ്റ് കംസ് ഫസ്റ്റ്. റിലേഷൻഷിപ്പ് നോക്കിയാൽ സബ്ജക്റ്റ് ആദ്യം. ദി ബോയ് ഫസ്റ്റ്, മണി, ദേ, ദി റിച്ച്, ടു ഫൈൻഡ് ഫാൾട്ട് വിത്ത് അതേഴ്സ്, സ്ലോ ആൻഡ് സ്റ്റഡി, സ്മോക്കിംഗ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആദ്യം വരുന്നു, അതിനെ തുടർന്ന് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് കംസ് ഫസ്റ്റ്, പ്രെഡിക്കേറ്റ് ഫോളോസ്. ഇനി പ്രെഡിക്കേറ്റ് ആരംഭിച്ചിരിക്കുന്ന ഇവിടെ ഓക്സിലറി വെർബ് ഈസ്. ഇവിടെയും ഈസ്, മസ്റ്റ്, then is, here wins, here is. So this is a relation. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി, പ്രെഡിക്കേറ്റ് എന്താണെന്ന് മനസ്സിലായി. അതിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് കംസ് ഫസ്റ്റ്, പ്രെഡിക്കേറ്റ് ഫോളോസ്. ഇവിടെ പ്രെഡിക്കേറ്റ് ആരംഭിച്ചിരിക്കുന്നതല്ല ഒരു ആക്സിലറി വെർബ് കൊണ്ടാണ് ഈ സെന്റൻസിൽ. ഇവിടെ വിൻസ് എന്നുള്ളത് ഒരു മെയിൻ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അപ്പം വാട്ട് ഈസ് എ സെന്റൻസ്, വാട്ട് ആർ ദി മെയിൻ പാർട്സ് ഓഫ് എ സെന്റൻസ്. സെന്റൻസ് എന്താണെന്നും സെന്റൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും മനസ്സിലായി. ഇനി എങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ഇവ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, പ്രെഡിക്കേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ആസ്കിങ് വാട്ട് ഓർ ഹു. ആസ്ക് യുവർ സെൽഫ്. നമ്മളോട് ചോദിക്കുക ഹു ഈസ് ദി പെർഫോമർ ഓർ ഹു ഈസ് ദി ഡുവർ. ഇവിടെ ഈ സെന്റൻസിൽ ആരാണ് ഡുവർ? പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഈ പ്രവൃത്തി പെർഫോം ചെയ്യുന്നത്? അപ്പൊ ഹു ഈസ് ദി ഡുവർ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഹു ഈസ് ദി ഡുവർ? ദി ബോയ്. ദാറ്റ് ഈസ് ദി സബ്ജക്ട് ഓഫ് ദിസ് സെന്റൻസ്, ദി ബോയ്. ഇനി വാട്ട് ഈസ് ദി ബോയ് ഡൂയിങ്? ആ ആൺകുട്ടി എന്താണ് ചെയ്യുന്നത്? ഈസ് റണ്ണിങ് ക്വിക്ക്ലി ഇൻ ദി പാർക്ക്. റണ്ണിങ് എന്ന പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഹു എന്ന് ചോദിച്ചപ്പോൾ ഹു ഈസ് ഡുവർ ഓർ ഹു ഈസ് ദി പെർഫോമർ ഓഫ് ദി സെന്റൻസ്? ദി ബോയ് ഈസ് പെർഫോമർ ഓർ ദി ഡുവർ. സോ ദി ബോയ് ഈസ് ദി സബ്ജക്ട്. വാട്ട് ഈസ് ദി ബോയ് ഡൂയിങ്? ആൺകുട്ടി എന്താണ് ചെയ്യുന്നത്? റണ്ണിങ്. ഇനി നമുക്ക് ഇവിടെ വെർബ് കൂടാതെ ഓക്സിലറി വെർബ്, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ് ഈ റണ്ണിങ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ ഓടുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഹൗ ഈസ് ദി ബോയ് റണ്ണിങ് ക്വിക്ക്ലി? ക്വിക്ക്ലി എന്ന് പറയുന്ന വാക്ക് ഒരു ആഡ്വർബ് ആണ്. റൺ എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. ഇതിനെ ഒരു ആഡ്വർബൽ ഫ്രേസ് എന്ന് പറയാം. ഈ സെന്റൻസിൽ ക്വിക്ക്ലി എന്ന് പറയുന്നത് ആഡ്വർബൽ ഫ്രേസ് ആണ്. ദെൻ ഇൻ ദി പാർക്ക്. ഇൻ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. ദാറ്റ് ഈസ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ്. അതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പം ഇന്നിൽ ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് ഇൻ ദി പാർക്ക് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഇത് രണ്ടും നമുക്ക് ഓപ്ഷണൽ മോഡിഫയേഴ്സ് എന്ന് വിശേഷിപ്പിക്കാം. ഓപ്ഷണൽ മോഡിഫയേഴ്സ്. മോഡിഫയർ എന്ന് പറഞ്ഞാൽ ഈസ് എ വേർഡ് ഓർ എ ഫ്രേസ് provide additional information about other words in the sentence or subject or predicate. സബ്ജക്റ്റിനെ കുറിച്ചോ പ്രെഡിക്കേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സെന്റൻസിലെ മറ്റു വാക്കുകളെയോ കുറിച്ച് അധികമായി വിവരണം നൽകുന്ന സെന്റൻസുകളെ, വേർഡിനെയോ ഫ്രേസിനെയോ ആണ് നമ്മൾ മോഡിഫയർ എന്ന് പറയുന്നത്. ഈ സെന്റൻസിൽ ഇൻ ദി പാർക്കും ക്വിക്ക്ലിയും മോഡിഫയേഴ്സ് ആണ്. വേറെ ഉദാഹരണം പറഞ്ഞാൽ ദി ബിഗ് റെഡ് കാർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇഫ് വി വാണ്ട് വി ക്യാൻ അവോയ്ഡ്. നമുക്ക് ഇഫ് വി ഡു നോട്ട് വാണ്ട് വി ക്യാൻ അവോയ്ഡ്. ഇവിടെ നമുക്ക് ദി കാർ എന്ന് പറയാം, ഇതിനൊരു പ്രസക്തി ഇല്ലാതാവും.
അപ്പൊ ഇവിടെ ഇതിനെ വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് കാറിന്റെ അഡീഷണൽ ആയിട്ട് നൽകുന്ന വിവരമാണ് ബിഗ് ആണെന്നും റെഡ് ആണെന്നുള്ളത്. അതുകൊണ്ട് മോഡിഫയേഴ്സിനെ നമുക്ക് സെന്റൻസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും വിത്തൗട്ട് ചേഞ്ചിങ് ദി മീനിങ് വ്യത്യാസമില്ലാതെ തന്നെ. കാരണം ദി കാർ എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഉണ്ടല്ലോ, ദി ബിഗ് റെഡ് കാർ. അതുപോലെ ഇതും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ദി ബോയ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ സെൻസ് ആയി സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആവുകയും ചെയ്തു. അത് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ. ദിസ് ഈസ് ദി മോഡിഫയർ. സോ അപ്പോൾ വാചകം എന്താണെന്നും വാചകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണെന്നും വാചകത്തില് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്, മോഡിഫയർ എന്താണ്, എങ്ങനെയാണ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കണ്ടുപിടിക്കുന്നത്, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. In the next class, we will study class, phrase, and what is the basic difference between classes and phrases. I hope that you understood my class. If so, please subscribe, share, and support me. Thank you.